നമസ്കാരം. ഒരു കാര്യം ചോദിക്കട്ടെ. ആരെങ്കിലും ഉച്ചത്തിൽ ചവയ്ക്കുന്നതോ ശ്വാസമെടുക്കുന്നതോ അല്ലെങ്കിൽ പേന വെറുതെ തട്ടുന്നതോ ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വരാറുണ്ടോ? ചിലപ്പോൾ നിയന്ത്രിക്കാൻ പറ്റാത്തത്ര ദേഷ്യം. എങ്കിൽ അതിനു പിന്നിൽ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു കാരണമുണ്ട്. അത് നിങ്ങളുടെ ഒരു കുറവല്ല, മറിച്ചൊരു വലിയ കഴിവാണെങ്കിലോ? നമുക്കതൊന്ന് നോക്കാം. ഈ ചോദ്യം ഒന്നുകൂടി ഒന്ന് ആലോചിച്ചു നോക്കൂ. കാരണം ഇത്തരം ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അകാരണമായി ദേഷ്യം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടോ. ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഇതേ അനുഭവം നേരിടുന്നുണ്ട്. അതെ, ഇത്ര ചെറിയൊരു കാര്യത്തിന് എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് സ്വയം ചോദിച്ച് നിങ്ങൾക്ക് ചിലപ്പോൾ കുറ്റബോധം തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ സത്യം അതല്ല. സൈക്കോളജി ഇതിനൊരു അത്ഭുതകരമായ വിശദീകരണമാണ് തരുന്നത്. ഇത് നിങ്ങളുടെ ഒരു കുറവല്ല, ശരിക്കും അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ സാധാരണയായി ആളുകൾ ഇതിനെപ്പറ്റി എന്താണ് ചിന്തിക്കുന്നത്? എന്നാൽ ശാസ്ത്രീയമായി ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ്? നമുക്കതൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്കൊട്ടും ക്ഷമയില്ല, ഞാനൊരു മുൻകോപിയാണെന്നൊക്കെ അല്ലേ? പക്ഷെ ശാസ്ത്രം പറയുന്നത് നേരെ തിരിച്ചാണ്. ഇത് ഉയർന്ന ബുദ്ധിയുടെയും കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിൻ്റെയും ഒരു ലക്ഷണമാണത്രേ. അപ്പോൾ ഇത് നിങ്ങളുടെ ദേഷ്യമല്ല, നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ തലച്ചോറ് ഇങ്ങനെ ഇത്ര വ്യത്യസ്തമായി പ്രതികരിക്കുന്നത്? മറ്റുള്ളവർക്കൊന്നും ഒരു പ്രശ്നവുമില്ലാത്ത ഈ ചെറിയ ശബ്ദങ്ങൾ നിങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇത്ര അരോചകമായി തോന്നുന്നത്? നമുക്ക് അതിന്റെ അടിസ്ഥാന കാരണത്തിലേക്ക് കടക്കാം. ഇപ്പോൾ സാധാരണ ഒരു മനുഷ്യന്റെ തലച്ചോറ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്നറിയോ? നമുക്ക് ചുറ്റുമുള്ള 90% കാര്യങ്ങളും, അതായത് ആവശ്യമില്ലാത്ത ശബ്ദങ്ങളൊക്കെ അതങ്ങ് ഫിൽട്ടർ ചെയ്ത് കളയും. നമ്മളതൊന്നും അറിയുക പോലില്ല. എന്നാൽ ഇവിടെയാണ് നിങ്ങളുടെ തലച്ചോറിനൊരു ട്വിസ്റ്റ് വരുന്നത്. ഒരു ഫിൽട്ടറിന് പകരം നിങ്ങളുടെ തലച്ചോറ് ഒരു സ്പോഞ്ച് പോലെയാണ്. ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും, ഓരോ ചെറിയ ശബ്ദങ്ങളും, ഓരോ വിശദാംശങ്ങളും ഒന്നുപോലും വിടാതെ അതൊപ്പിയെടുക്കും. എന്നിട്ടതെല്ലാം വിശകലനം ചെയ്യും, ഒന്നും ഒഴിവാക്കുന്നില്ല. ഇതിനെയാണ് സൈക്കോളജിയിലെ സെൻസറി പ്രോസസ്സിംഗ് സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ നെർവസ് സിസ്റ്റം ഓരോ സെൻസറി ഇൻപുട്ടിനെയും അത് എത്ര ചെറുതാണെങ്കിൽ പോലും വളരെ ആഴത്തിൽ പ്രോസസ്സ് ചെയ്യും. അതുകൊണ്ടാണ് മറ്റൊരാൾ ചവയ്ക്കുന്ന ശബ്ദം പോലും നിങ്ങൾക്ക് ഇത്രയധികം അസ്വസ്ഥതയുണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച ഈ സെൻസിറ്റിവിറ്റി ഒരു പ്രശ്നമല്ല, മറിച്ച് ശരിക്കും ഒരു അപൂർവമായ കഴിവാണ്. ഈ സവിശേഷതയെ എങ്ങനെ ഒരു ശക്തിയായി നമുക്ക് കാണാൻ പറ്റും? നമുക്ക് നോക്കാം. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. സൈക്കോളജി അനുസരിച്ച് ഈ സെൻസറി പ്രോസസ്സിംഗ് സെൻസിറ്റിവിറ്റി എന്നത് അസാധാരണമായ കഴിവുകളുള്ള, അതായത് ഗിഫ്റ്റഡ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന വ്യക്തികളിൽ സാധാരണയായി കാണുന്ന ഒരു പ്രധാന ലക്ഷണമാണ്. നിങ്ങളുടെ തലച്ചോറ് ഒരു സൂപ്പർ റഡാർ പോലെയാണ്. മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത ചെറിയ ശബ്ദങ്ങൾ, മുറിയിലെ ലൈറ്റിന്റെ തീവ്രത, നമ്മളിടുന്ന ഡ്രസ്സിന്റെ മെറ്റീരിയൽ, ചുറ്റുപാടുകളിലെ വളരെ ചെറിയ മാറ്റങ്ങൾ പോലും നിങ്ങളുടെ തലച്ചോറ് പെട്ടെന്ന് പിടിച്ചെടുക്കും. ഇത് ലോകത്തെ കൂടുതൽ തീവ്രമായി അനുഭവിക്കാൻ നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സൂക്ഷ്മമായ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കാനുള്ള കഴിവും ഉയർന്ന ഐക്യവും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട്. പക്ഷേ ഈ കഴിവിനൊരു മറുവശം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ തലച്ചോറിന് ഒരുപാട് വിവരങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഇതിനെയാണ് നമ്മൾ സെൻസറി ഓവർലോഡെന്ന് വിളിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ബ്രെയിൻ ഭയങ്കര സീരിയസ് ആയിട്ട് എന്തോ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പുറത്തുനിന്ന് ആവശ്യമില്ലാത്ത കുറേ ശബ്ദങ്ങൾ വരുന്നത്. അത് താങ്ങാൻ പറ്റാതെ വരും. അപ്പോൾ നിങ്ങൾക്ക് ആ ആളോടല്ല ശരിക്കും ദേഷ്യം വരുന്നത്. നിങ്ങളുടെ തലച്ചോറിനകത്തൊരു ബ്ലോക്ക്, ഒരു ട്രാഫിക് ജാം ഉണ്ടാകുന്നതുകൊണ്ടാണ് ആ ദേഷ്യം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ സംഭവിക്കുന്നത് ഇതാണ്. നിങ്ങളുടെ മനസ്സ് വളരെ ഗൗരവമേറിയ എന്തെങ്കിലും ഒരു കാര്യം വിശകലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അപ്രധാനമായതും എന്നാൽ ആവർത്തിച്ചുള്ളതുമായ ഒരു ശബ്ദം വന്ന് ആ ചിന്തയുടെ ഫ്ലോയെ അങ്ങ് മുറിച്ചു കളയുന്നത്. ആ അധിക ഡാറ്റയെ കൈകാര്യം ചെയ്യാൻ ബ്രെയിന് പറ്റാതെ വരുമ്പോഴാണ് അത് ദേഷ്യമായി പുറത്തു വരുന്നത്. അതുകൊണ്ട് ഇനി ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാട് ഒന്ന് മാറ്റണം. ഇതൊരു കുറവോ ബലഹീനതയോ അല്ല, മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ ഒരു പ്രത്യേകതയാണ്. ഈ ഒരു വാചകം എപ്പോഴും ഓർക്കുക. നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. നിങ്ങളുടെ തലച്ചോറ് മറ്റുള്ളവരുടേതെന്ന് കുറച്ച് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്നു, അത്രയേയുള്ളൂ. ഇത് നിങ്ങളെ തന്നെ അംഗീകരിക്കാനുള്ള ആദ്യത്തെ പടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സത്യം. മറ്റുള്ളവരെ പോലെ ശബ്ദങ്ങളെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയാത്തത് നിങ്ങളുടെ തലച്ചോറ് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ടാണ്. ആ ആഴത്തിലുള്ള ചിന്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കഴിവ്. അപ്പോൾ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങളുടെ ഈ ഒരു സ്വഭാവം, ഈ കഴിവ് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റിമറിച്ചത്? നിങ്ങളുടെ തീരുമാനങ്ങളെ, നിങ്ങളുടെ സൗഹൃദങ്ങളെ ഒക്കെ ഇതെങ്ങനെയായിരിക്കും സ്വാധീനിച്ചിട്ടുണ്ടാവുക? ഇതൊരു പ്രശ്നമായിട്ടാണോ നിങ്ങൾ ഇതുവരെ കണ്ടത്? അതോ തിരിച്ചറിയാതെ പോയ ഒരു സൂപ്പർ പവറായിട്ടാണോ?